കരിമണി ബാഗുമായി ഗേറ്റിനരികിലേക്ക് ഇറങ്ങാൻ നേരമാണ് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം നന്ദിതയുടെ മിഴികളെ വന്ന് പതിച്ചത്. ശ്രീയേട്ടൻ്റെ കാറാണ്. ഔപചാരികമായി വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള വരവായിരിക്കണം. അതിനു മുൻപേ സ്വയം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് ബുദ്ധി. നന്ദിത മനസ്സിൽ ഓരോന്നായി കണക്ക് കൂട്ടി. ഗേറ്റ് തുറന്നു കൊടുത്തതുകൊണ്ട് നന്ദിത ഒരു വശത്തേക്ക് മാറി നിന്നു. കാറിൽ നിന്നിറങ്ങിയ ശ്രീനാഥ് നന്ദിതയുടെ കയ്യിൽ ബാഗ് കണ്ടിട്ട് അവളെ സംശയദൃഷ്ടിയോടെ നോക്കി. നീ എങ്ങോട്ടേക്കാ ബാഗുമെടുത്ത്? രാഘവമ്മയ്ക്ക് എങ്ങനെയുണ്ട് ശ്രീയേട്ട? നന്ദിത ആകാംക്ഷയോട് ചോദിച്ചു. ക്രിട്ടിക്കൽ അല്ലിപ്പോൾ. തക്ക സമയത്ത് എത്തിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം ഞാൻ കാരണമല്ലേ? എൻ്റെ രാഘവമ്മയ്ക്ക് ഈ അവസ്ഥ വന്നതിനുള്ള ഉത്തരവാദി ഞാനല്ലേ? നന്ദിതയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഈ ലോകത്ത് നടക്കുന്ന എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് നിനക്ക് നേർച്ച വല്ലതും ഉണ്ടോ? ശ്രീനാഥ് ദേഷ്യത്തോട് ചോദിച്ചു. ഈ ലോകത്തിൻ്റെ അല്ലെങ്കിലും ഈ തറവാടിൻ്റെ ശാപമാണ് ഞാൻ. അതുകൊണ്ട് ഒഴിഞ്ഞു പോവുക എന്നേക്കുമായി. ശ്രീനാഥിൻ്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ പിന്തിരിഞ്ഞ് ഗേറ്റിനെ ലക്ഷ്യമാക്കി നന്ദിത നടന്നു. പിറകിൽ നിന്ന് ഓടിവന്ന് നന്ദിതയുടെ വഴിക്ക് കുറുകെ നിന്ന് ശ്രീനാഥ് അവളെ പോകുന്നതിൽ നിന്ന് തടഞ്ഞു. വഴിയിൽ നിന്ന് മാറി ശ്രീയേട്ട. പറ്റില്ല, കുറച്ച് സംസാരിക്കാനുണ്ട്. ഇനിയൊന്നും സംസാരിക്കാനില്ല. ശ്രീയേട്ടൻ പറയേണ്ടതൊന്നും കേൾക്കാനും വയ്യ. നമുക്ക് രണ്ടാൾക്കും അതാണ് നല്ലത്. നമ്മുടെ ഭാവി. നിന്റെ ഫിലോസഫി കേൾക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യവുമില്ല. വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്ന എൻ്റെ അച്ഛന് നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. നിന്റെ നാടുവിടലൊക്കെ അത് കഴിഞ്ഞാകാം. നന്ദിതയ്ക്ക് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് ശ്രീനാഥ് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം പോലും അവൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ശ്രീനാഥ് തുറന്നു പിടിച്ചിരുന്ന ഡോറിനരികത്ത് വന്ന് അവൾ കാറിൽ കയറി. മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. എന്തിനായിരിക്കും അമ്മമ്മ കാണാൻ പറഞ്ഞയച്ചത്? ഇത്രയും നാൾ തലോടിയ കൈകൊണ്ട് തന്നെ തല്ലി ഇറക്കാനാവുമോ? ബാക്കി നിൽക്കുന്ന ആ സ്നേഹമെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നന്ദിത കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. കാർ മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിയുന്നത് കണ്ട് നന്ദിത ഒന്ന് സംശയിച്ചു. ശ്രീയേട്ട, വഴി തെറ്റിയോ? സിറ്റി ഹോസ്പിറ്റലിലേക്ക് വലത്തിലേക്കല്ലേ പോകേണ്ടത്? ശ്രീനാഥ് ഒന്നും മിണ്ടാതെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു. ശ്രീയേട്ട, ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? എന്താ ഈ വഴിക്ക്? മിണ്ടാതിരിക്കെ കരിമണി, എൻ്റെ ശ്രദ്ധ പോകുന്നു. വണ്ടി നിർത്ത് ശ്രീയേട്ട, എനിക്കിവിടെ ഇറങ്ങണം. ആശുപത്രിയിലേക്കല്ലേ ഇനി പോകേണ്ടത്? ഒരു കൈകൊണ്ട് സ്റ്റിയറിങ്ങിൽ പിടിച്ച് മറുകൈ കൊണ്ട് നന്ദിതയുടെ വായിൽ പൊത്തിപ്പിടിച്ച് ശ്രീനാഥ്. ഒന്ന് മിണ്ടാതിരിക്കുക. കിടന്ന് കൂവിയാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ. അയാളുടെ വിരലുകൾക്കിടയിൽ അവളുടെ ശബ്ദം ഞെരിഞ്ഞമർന്നു. ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് കാറ് മുൻപോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. യാത്ര അവസാനിച്ചത് ഒരു കരിങ്കൽ പാറയുടെ മുകളിലാണ്. ബ്രേക്ക് ചവിട്ടി ശ്രീനാഥ് വണ്ടി നിവർത്തി. കാറിൽ നിന്ന് നന്ദിതയെ പുറത്തേക്കിറക്കി അവളെയും കൂട്ടി വീണ്ടും മലമുകളിലേക്ക് നടന്നു. എന്താ ശ്രീയേട്ട ഇത്? എങ്ങോട്ടേക്കാ പോകുന്നേ? എൻ്റെ കൂടെ എവിടേക്കും വരാൻ നിനക്ക് ധൈര്യമില്ലേ? ശ്രീനാഥ് ഒരു നിമിഷത്തേക്ക് അവളോട് ചോദിച്ചു. എവിടെ വേണമെങ്കിലും വരാം. എൻ്റെ കയ്യിൽ ശ്രീയേട്ടൻ കൈകളൊന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി, നന്ദിത മനസ്സിൽ പറഞ്ഞു. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ശ്രീനാഥ് വീണ്ടും മുകളിലേക്ക് നടന്നു. നിരപ്പായ പാറക്കെട്ടിന് മുകളിൽ അവർ ചെന്നു നിന്നു. ഇനിയെങ്കിലും ഒന്ന് പറയും, എന്തിനെന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അയച്ചുകൊണ്ട് നന്ദിത ചോദിച്ചു. ഒരു നിമിഷം നീ ആ താഴ്ചയിലേക്ക് നോക്ക് കരിമണി. കുത്തനെ കിടക്കുന്ന ഗർത്തത്തിലേക്ക് വിരൽ ചൂണ്ടി ശ്രീനാഥ് പറഞ്ഞു. അറ്റമെത്താതെ കിടക്കുന്ന കൊക്കയിലേക്ക് നന്ദിത ഒന്നേ നോക്കിയുള്ളൂ. പേടിച്ചരണ്ട് അവൾ മിഴികൾ ഇറുക്കിയടിച്ചു. എന്താ ഇതൊക്കെ ശ്രീയേട്ട? നിന്നോടെനിക്ക് ഇന്നെല്ലാം തുറന്നു പറയണമെന്ന് തോന്നി. അതിന് ഇതാണ് യോജിച്ച സമയമെന്ന് മനസ്സ് പറയുന്നു. ഒന്നും മനസ്സിലാവാതെ നന്ദിത അവനെ മിഴിച്ചു നോക്കി. ഞാനെല്ലാം തുറന്നു പറയുന്നതിന് മുമ്പ് നിന്നിൽ നിന്ന് ഒരു വട്ടമെങ്കിലും കേൾക്കണം എനിക്കത്. ആരെയും കാണിക്കാതെ, ആരോടും പറയാതെ, നിന്റെ മനസ്സിൻ്റെ താളുകൾക്കിടയിൽ
പറയാതെ നേർത്തൊരു മയിൽപ്പീലിയെപ്പോലെ ഒളിപ്പിച്ചു വെച്ച എന്നോടുള്ള പ്രണയത്തെ നന്ദിത ഞെട്ടിത്തരിച്ചുപോയി. മൗനം അവലംബിച്ചുകൊണ്ട് ശ്രീനാഥിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദൈന്യത നിറഞ്ഞ മിഴികൾ പാതി കൂമ്പിയടിച്ചവൾ അവളുടെ ഇരുചുമലിലും ഇറുക്കപ്പിടിച്ചുകൊണ്ട് ആ ദേഹം തന്നിലേക്ക് ഒതുക്കി നിർത്തിയായാൽ പൂർത്തിയാക്കാത്ത ചിതലരിക്കാൻ പാകത്തിന് നിന്റെ പഴഞ്ചൻ തകരപ്പെട്ടിയിൽ പറ്റിക്കൂടിയിരിക്കുന്ന എൻ്റെയും നിൻ്റെയും രൂപത്തിന് എൻ്റെ ചായക്കൂട്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തതുപോലെ എങ്ങും എത്താതെ ഒടുങ്ങാനുള്ളതാണോ നമ്മുടെ ജീവിതം? കടലിൻ്റെ ഇരുമ്പൽ കേൾക്കാൻ നിന്റെ ചെവിയോട് ചേർത്ത് വെച്ച വെൺചെങ്കിൽ ഒരുപാട് തിരമാലകൾക്കുള്ളിലെ നുരിഞ്ഞു പൊന്തുന്ന നീർക്കുമിളകൾ പോലെ ഞാൻ ഒളിപ്പിച്ചു വെച്ച എൻ്റെ പ്രണയമുണ്ടായിരുന്നു. എൻ്റെ ശ്വാസം ഉത്സവപന്തിയിൽ നിന്നും ഞെട്ടറ്റ ബലൂണിൽ നീ സൂക്ഷിച്ചപ്പോൾ നിന്റെ ഉമിനീരിൻ്റെ ഉപ്പരസം പുരണ്ട ഒരു പിടി പൊട്ടിയ ബലൂണുകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു. എൻ്റെ ശ്വാസം നിന്നിൽ അർപ്പിച്ചപ്പോൾ പകരം ഞാൻ നേടിയെടുത്തത് നിന്റെ ശ്വാസോച്ഛ്വാസത്തെ ആയിരുന്നുവെന്ന് നീയെന്നറിഞ്ഞില്ല. ഞാൻ സ്പർശിച്ചിട്ടുള്ള വെറുമൊരു വർണ്ണക്കടലാസ് മുതൽ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണുടഞ്ഞ വളപ്പൊട്ടുകൾ വരെ ഓർമ്മകളായി നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിനക്ക് എന്നോട് ആ പ്രണയം തുറന്നു പറയാൻ മടിയാണോ കരിമണി? വിതുമ്പിക്കൊണ്ടിരിക്കുന്ന അവളുടെ കുഞ്ഞിളം താടിയെ ചൂണ്ടുവിരൽ കൊണ്ട് മെല്ലെ ഉയർത്തി അവൻ ചോദിച്ചു. അരുത്, ഇനിയൊന്നും എന്നോട് ചോദിക്കരുത്. ശ്രീനാഥിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് നന്ദിത ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. അതൊന്നും വെറും ഓർമ്മകളല്ല ശ്രീയേട്ട. ശ്രീയേട്ടൻ്റെ കാൽപാദം പതിഞ്ഞ പൂഴിമണ്ണ് പോലും എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ തകരപ്പാട്ടയിൽ ഞാൻ ഇടം കൊടുത്തിട്ടുള്ളവയ്ക്കെല്ലാം മാത്രമാണ് എൻ്റെ മനസ്സിലെ സ്ഥാനം. എൻ്റെ നിധിയാണവ. ഓരോ പൊട്ടും പൊടിയും എൻ്റെ ഉൾത്തടത്തിലെ വിലമതിക്കാനാവാത്ത മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. അതോരോന്നും എൻ്റെ ശ്രീയേട്ടനാണ്. അതിലോരോന്നിലും ശ്രീയേട്ടൻ്റെ സൗരഭ്യമാണ് എനിക്കപ്പോൾ അനുഭവപ്പെടുന്നത്. അതൊന്നുമില്ലാതെ നന്ദിതയില്ല. മനസ്സിൻ്റെ ഓരോ കോണിലും ശ്രീനാഥ് എന്ന പേര് ജപിച്ചിട്ടേ ഉള്ളൂ ഈ നന്ദിത. എവിടെയായാലും ഈ മുഖം കണി കണ്ടുരണം. ശ്രീനാഥിൻ്റെ നെഞ്ചോരം ചാരി നിന്ന് നിറഞ്ഞ കണ്ണുകളോടെയും തെളിയുന്ന മനസ്സോടെയും വെട്ടിത്തുറന്ന് അവൾ പറഞ്ഞു. ശ്രീയേട്ടനെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തിനെയാണോ ഒളിപ്പിക്കാൻ ശ്രമിച്ചത്, ആരിൽ നിന്നാണോ ഒളിപ്പിച്ചു വെച്ചത്, അതേ കാര്യം അതേ ആൾ തന്നെ തന്നേക്കാൾ ഉപരി അറിഞ്ഞിരിക്കുന്നു. നന്ദിത വിങ്ങിപ്പൊട്ടി. പിന്നെ എന്തിനാ കരിമണി നീ അത് മറച്ചു വെച്ചത്? എല്ലാം ഉള്ളിൽ ഒതുക്കിയതുപോലെ ഈ ലോകത്തു നിന്നും ഒതുങ്ങിയേക്കാമെന്ന് നിനക്കും തോന്നിയോ? എപ്പോഴാ എന്നേക്കാളും നിനക്ക് മരണം പ്രിയപ്പെട്ടതായത്? ഈ ലോകത്തെന്നെ തനിച്ചാക്കിയിട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ശ്രമമായിരുന്നില്ലേ അന്ന് നടത്തിയത്? ഞാനത് കണ്ടില്ലായിരുന്നെങ്കിൽ നീയെ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ശ്രീനാഥ് അവളെ ഇരു കൈകളും കൊണ്ട് വരിഞ്ഞു പിടിച്ചു. ഇറുകിപ്പുണർന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അയാളുടെ കണ്ണീരിൻ്റെയും വിറപ്പിൻ്റെയും സ്വാദിൽ ചുംബനത്തിനെ അവളെ ഏറ്റുവാങ്ങി. പേടിയായിരുന്നു. ഉള്ളിൽ പ്രണയമാണെന്നറിഞ്ഞാൽ എൻ്റെ കളിക്കൂട്ടുകാരനെ കൂടി, ആ സൗഹൃദം കൂടി നഷ്ടമാകുമെന്ന് തോന്നി. അപ്പയുടെ വെറുപ്പ് അതിന് ബലം കൊടുക്കുന്ന ഒന്നായിരുന്നു. രാഘവമ്മയുടെ വാത്സല്യം നഷ്ടമാകുമോ എന്ന് ഭീതിയും ചെറുതല്ലായിരുന്നു. ഒരുപാടായിരുന്നു കാരണങ്ങൾ. അതുകൊണ്ട് നീ ഇന്ന് എന്ത് നേടി? എന്നേക്കാൾ വലുതായിരുന്നോ നിനക്ക് നിന്റെ ഉൾഭയം? അവളുടെ മുടികളെ വാത്സല്യത്തോടെ മാടിയൊതുക്കിക്കൊണ്ട് ശ്രീനാഥ് ആരാഞ്ഞു. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തപ്പെട്ടവരുടെ എല്ലാം വെറുപ്പ് മാത്രമായി സമ്പാദ്യമായിട്ടുണ്ടായിട്ടും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അച്ഛയുടെ മോളാണ് ഞാൻ. ആ എനിക്ക് ശ്രീയേട്ടനോടുള്ള എൻ്റെ സ്നേഹം തുറന്നു പറയാൻ ഒരു മടിയുമില്ലായിരുന്നു. പക്ഷേ ശ്രീയേട്ടൻ്റെ വീട് എൻ്റെ സ്വന്തമല്ലായിരുന്നു. ശ്രീയേട്ടൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും എൻ്റെ അച്ഛയുടെ അമ്മയുടെ സ്ഥാനത്തല്ലായിരുന്നു. രാഘവമാമ സ്നേഹിച്ചത് ഒരു മോളെ പോലെ തന്നെയാണ്. പക്ഷേ ആ വീട് എനിക്കിന്നും അന്യമാണ്. അനാഥയായ ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിക്കാൻ അനുവദിച്ചിട്ട് അവരുടെ മകനെ അവൾ തട്ടിയെടുത്തു എന്ന അപവാദത്തെയാണ്
ഞാൻ ഭയന്നത്. അതിൻ്റെ അച്ഛൻ പെങ്ങൾ തന്നെ പറഞ്ഞു നടന്ന് പൊലിമ കൂടും. എൻ്റെ അച്ഛയുടെയും അമ്മയുടെയും ഉയർത്തിപ്പിടിച്ച അഭിമാനത്തിന് മുറിവേൽക്കാൻ എൻ്റെ സ്വകാര്യമായ പ്രണയത്തിന് അർഹതയില്ലെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. വീറോടെ അവൾ പറഞ്ഞു അവസാനിപ്പിച്ചു. നിസ്സഹായയായ നിഷ്കളങ്കയായ ഒരു പെണ്ണ് സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി ധീരതയും കരുതലും ആർജിക്കുന്നത് ശ്രീനാഥ് അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു. പെട്ടെന്ന് നന്ദിതയുടെ ഭാവം മാറി. അവൾ സംശയത്തോടെയും ദേഷ്യത്തോടെയും ശ്രീനാഥിൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ, എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെന്തിനാ എന്നെ കളിപ്പിച്ച്? ആരാണ് ഈ പ്രഭ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചത് എന്തിനാണ്? അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഒത്തുകളിയായിരുന്നു ഇത്? പറയ. രണ്ടാളും ചേർന്ന് ഈ പാവം പെണ്ണിനെ പറ്റിക്കുമായിരുന്നോ? കണ്ണീരോടെ അവൾ ചീറി. ബലമായി അവളെ പിടിച്ചൊതുക്കിക്കൊണ്ട് അവളുടെ മിഴിയണകളെ നോക്കി ശ്രീനാഥ്. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ മറ്റൊരാളുമായി സഖ്യമുണ്ടാക്കുന്നവനാണെന്ന് കരുതിയോ നിന്റെ ശ്രീയേട്ടൻ? വേറൊരു പെണ്ണിനെ കൂട്ടുപിടിച്ച് നിന്നെ സ്വന്തമാക്കാൻ തക്ക നട്ടെല്ലിന് ഉറപ്പില്ലാത്തവനല്ല ഞാൻ. കോപത്തോടെ ശ്രീനാഥ് പറഞ്ഞു. എങ്കിൽ പിന്നെ എന്താണ് യാഥാർത്ഥ്യം? പറയൂ ശ്രീയേട്ട. ആകാംക്ഷ ഉറ്റുന്ന കണ്ണുകളോടെ അവൾ അയാളെ നോക്കിക്കൊണ്ടിരുന്നു. തുടരും.